ഹായ് മക്കളെ, ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കൂ. The mean and variance of a data of 10 observations are 10 and 2 respectively. If an observations alpha in this data is replaced by beta, then the mean and variance becomes 10.1 and 1.99 respectively. Then alpha plus beta equals എന്നാണ് ചോദ്യം. ഈ പ്രോബ്ലം നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ആ ചാപ്റ്ററിലെ മീനും വേരിയൻസും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ രീതിയിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ടോട്ടൽ ഒബ്സർവേഷൻസുകളുടെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതാണല്ലോ ടോട്ടൽ സം എന്ന് പറയുന്നത്. അപ്പൊ ആ ടോട്ടൽ സം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? ടോട്ടൽ സം എടുക്കാനുള്ള മാർഗം എന്താണ്? ആ ടോട്ടൽ സം എടുക്കാനുള്ള മാർഗം എക്സ് ബാറിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെ? നമ്പർ ഓഫ് ടേംസും ആ ആവറേജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എക്സ് കിട്ടും. അതറിയാമെങ്കിൽ നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന 10 ഒബ്സർവേഷൻസുകളുടെ സിഗ്മ ടോട്ടൽ സം എടുക്കാനുള്ള മാർഗം ആ തന്നിരിക്കുന്ന 10 ഒബ്സർവേഷൻസുകളാണെന്നറിയാം, എണ്ണം 10 ആണെന്നറിയാം, അവിടുത്തെ മീൻ എന്ന് പറയുന്നത് 10 ആണെന്നറിയാം. അപ്പൊ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. നമുക്ക് മീൻ കിട്ടിയത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഒബ്സർവേഷൻസിൽ നിന്ന് ആൽഫ എന്ന് പറയുന്ന ഒരാളെ റീപ്ലേസ് ചെയ്തു ബൈ ബീറ്റ. ഇഫ് ആൻ ഒബ്സർവേഷൻ ആൽഫ ഇൻ ദിസ് ഡേറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ ബീറ്റ. അതായത് ആൽഫയെ മാറ്റിയിട്ട് നമ്മൾ അവിടെ ആരെ ചേർത്തു? ബീറ്റയെ ചേർത്തു. അപ്പോ നമ്മൾ ടോട്ടൽ സമ്മിൽ നിന്ന് ആൽഫ കുറയൂലേ? അതിന് പകരം അവിടെ ബീറ്റ ആഡ് ആവൂലേ? അപ്പൊ നമുക്ക് പറയാം പുതിയ മീൻ എക്സ് ബാർ എന്ന് പറയുന്ന വില, പുതിയ മീൻ എന്ന് പറയുന്നത് ന്യൂ എക്സ് ബാർ എന്ന് പറയുന്നത്, ന്യൂ എക്സ് ബാർ എന്ന് കാണിക്കാൻ വേണമെങ്കിൽ ഇവിടെ ഒരു എൻ കൂടെ കൊടുത്തേക്കാം, ന്യൂ ആണെന്ന് കാണിക്കാൻ. ന്യൂ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം മക്കളെ? ഇവിടെ ശ്രദ്ധിക്കൂ, ടോട്ടൽ നമ്മളെ സമ്മ്, ടോട്ടൽ ഒബ്സർവേഷൻസിന്റെ സമ്മിൽ നിന്ന് ആൽഫ മൈനസ് ആയിട്ട് ബീറ്റ ആഡ് ആവും. പക്ഷെ ഒബ്സർവേഷൻസിന്റെ എണ്ണത്തിൽ മാറ്റം വരില്ല. ആ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് തന്നു 10.1 ആണ്. പുതിയ മീൻ എന്ന് പറയുന്നത് 10.1 ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമുക്കിവിടെ പറയാം 100 മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 101 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം 100 മൈനസ് ആൽഫ, ഇവിടെ നോക്കൂ, മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 101 മൈനസ് 100. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് ബീറ്റ മൈനസ് ആൽഫയുടെ വില 1 എന്നാണ്. അത് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്കറിയാം വേരിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള റിസൾട്ട് എന്താ? വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ്, വേരിയൻസ് നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാ പറയാ. വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ, അതായത് എക്സ് ബാറിന്റെ സ്ക്വയർ ആണ്. എക്സ് ബാറിന്റെ സ്ക്വയർ ഇത് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഓൾഡ് വേരിയൻസ് തന്നിട്ടുണ്ട്. ആ ഓൾഡ് വേരിയൻസ് 2 ആണ്. ഓൾഡ് വേരിയൻസ് 2 ആണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്സ് ബാർ ഓൾഡ് എക്സ് ബാർ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഓൾഡ് വേരിയൻസ് എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 ഈക്വൽ ടു ഓൾഡ് വേരിയൻസ് ആയ 2 ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ 10 മൈനസ് എക്സ് ബാർ ഓൾഡ് എക്സ് ബാർ ആയിരിക്കും. അപ്പൊ 10 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വരും, അല്ലെ? അപ്പൊ നമുക്കിവിടെ എഴുതാം 2 പ്ലസ് 100 ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ 10 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 10 ഇൻറ്റു 102 ദാറ്റ് ഈസ് ഈക്വൽ ടു 1020 എന്ന് വരും.
സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1020 ആണ്. അപ്പൊ പുതിയ വേരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ പുതിയ വേരിയൻസ് അതായത് ന്യൂ വേരിയൻസ് ഈക്വൽ ടു ആ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന 1020യിൽ നിന്ന് ആൽഫ സ്ക്വയർ മൈനസ് ചെയ്യുകയും ബീറ്റ സ്ക്വയർ ആഡ് ചെയ്യുകയും വേണം. ഡിവൈഡഡ് ബൈ അവിടെ ടോട്ടൽ എണ്ണം 10 തന്നെ മൈനസ് അവിടെ എക്സ് ബാർ ആയിട്ട് വരേണ്ടത് പുതിയ മീൻ ആയിരിക്കണം. അപ്പൊ 10.1ന്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇതിന്റെ വാല്യൂ നമുക്കിവിടെ തന്നു. പുതിയ മീൻ എന്ന് പുതിയ വേരിയൻസ് എന്ന് പറയുന്നത് 1.99 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എടുക്കാം 1020 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ 10 ഈക്വൽ ടു 1.99 പ്ലസ് 10.1ന്റെ സ്ക്വയർ ആണ്. 10.1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10.1ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. 101 ഇവിടെ നിന്നും 101 10201 ആണ്. 102.01 വരും. 102.01. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എടുക്കാം. ഇവിടെ നോക്കൂ, 1020 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ 10 ഈക്വൽ ടു മക്കളെ ഇത് ആഡ് ചെയ്യുമ്പോൾ 102.01ഉം 1.99ഉം 0, ഇവിടെയും 0 അല്ലെ, ഇവിടെ 401 104 ആണ് ആൻസർ ആയിട്ട് വരിക. 104. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാം 1020 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 1040 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 1020 അപ്പുറത്ത് പോയി മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 20 എന്ന് കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഈ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ മാറ്റാം? ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ, അത് 20 ആണ്. ബീറ്റ മൈനസ് ആൽഫയുടെ വില 1 ആണ്. അപ്പൊ ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് 20 എന്നാണ് കിട്ടുക. ആൻസർ ഈസ് ഈക്വൽ ടു 20. ഓക്കെ, 20 ആണ് ആൻസർ. റെഡി?